എന്തിന് നാരാജേ എന്തിന് വല പിടിക്കാൻ ടൈം ആச்சு നമസ്കാരം. ആഴക്കടൽ മീൻപിടുത്തത്തിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രാവിലെ തന്നെ വലയെല്ലാം എടുത്തു കഴിഞ്ഞ് കുറച്ച് ഓടാനുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് ഓടണ വഴി നമ്മുടെ കമ്പനി ബോട്ട് എടുത്തു വന്നേക്കാണ്. കാരണം കുറച്ച് സാധനങ്ങൾ അവർക്ക് കൊടുക്കാനും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങാനായിട്ട് ഇതുപോലെ ബോട്ടുകൾ എടുത്തുണ്ടാവട്ടെ. ഇത്രയും ലോങ് നമ്മൾ ഓടിപ്പോകാൻ നേരത്ത് ഒറ്റക്കൊരിക്കലും പോവില്ല. കാരണം എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഒരു ബോട്ട് കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ 2 ബോട്ട് കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 3-4-5 ബോട്ട് ആ ഒരു ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. കൂട്ടമായിട്ടേ നമ്മളെപ്പോഴും പോകുള്ളൂ. 1.5 നോട്ടിക്കൽ 2 നോട്ടിക്കൽ, അതായത് നമ്മുടെ വയർലെസ്സിൽ വിളിച്ചാൽ കേൾക്കണ ഒരു ചുറ്റളവിൽ ഏതെങ്കിലും ബോട്ട് ഉണ്ടാവും. കാരണം ഞങ്ങൾ പോയ സമയത്ത് ഒരു ബോട്ടിൻ്റെ ഡീസലിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ട് അതെന്തോ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എല്ലാ സംഭവങ്ങളും നമ്മുടെ ഈ ബോട്ടിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ബോട്ടിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി ചെയ്യണം. ചിലവർ കമൻറ്റ് ചെയ്യാറുണ്ട് ഇത്രയും ആഴക്കടലിൽ പോയാണ് പണിയെടുക്കണേന്ന്. അതേ, നമ്മൾ ഇത്രയും ആഴക്കടലിൽ പോയാണ് പണിയെടുക്കുന്നത്. 4 ദിവസത്തോളം നമ്മൾ രാവും പകലുമില്ലാണ്ട് ഓടിയാണ് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആഴം സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ആഴമുണ്ടാകുന്ന ഞാനും ചിന്തിച്ചു വേണ്ട. 3000 ഭാഗം 4000 ഭാഗം വെള്ളത്തിലാണ് ശരിക്കും ഈ വലയിടുന്നത് നമ്മൾ. കാരണം ഇങ്ങനത്തെ മീനുകൾ, അതായത് നമ്മുടെ പന്നിക്കോലാൻ, കട്ടക്കൊമ്പൻ, അതുപോലെ വലിയ തെരണ്ടി, അങ്ങനത്തെ മീനുകളെല്ലാം ഉണ്ടാവുന്നത് ഇത്രയും ഡീപ്പ് സീലായിരിക്കുള്ളൂ. ഇതുപോലത്തെ മീനുകൾ ഒരിക്കലും അധികം ആഴങ്ങളിലേക്ക് പോകില്ല, മേലെ തന്നെ നിൽക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വലയിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലയുടെ വീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഭാഗമാണ്. അത്രയും ഭാഗത്തിലുള്ള മീനുകൾ മാത്രമേ നമ്മുടെ ഈ വലയിൽ കുടുങ്ങുള്ളൂ. അങ്ങനെ അവർ നമുക്കൊരു ടാറ്റയും പറഞ്ഞ് അവരെ അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിട്ടാ. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട്, അതായത് രാത്രിയിലത്തേക്ക് കഴിക്കാനായിട്ട് എന്താണെന്നല്ലേ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാകും. കോളിഫ്ലവർ ഫ്രൈ ആണ്ടെന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബോട്ടിൽ പോകുമ്പോഴൊന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ല. ഇവർ പക്ഷേ ഇതെല്ലാം പല പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് നമുക്ക് ഉണ്ടാക്കി തന്നെയുണ്ട്. അതായത് പച്ചക്കറിയും വെച്ചും അതുപോലെ മീൻ വെച്ചും എല്ലാം നമുക്ക് പല പല സംഭവങ്ങൾ ഉണ്ടാക്കി തന്നെയുണ്ട്. ഇതെല്ലാം ചോറിൻ്റെ ഒപ്പം കഞ്ഞിയുടെ ഒപ്പം ഒക്കെയാണ് കഴിക്കുന്നത്. മഞ്ഞൾപ്പൊടിയിൽ നന്നായിട്ട് വേവിച്ച കോളിഫ്ലവറിനെ നമ്മുടെ നാഗരാജണ്ണൻ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കണേ ഈ കാണണം. വല്ല പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചത്തുപോട്ടെ എന്നുള്ള രീതിയിൽ. ഞാൻ പറയാൻ മറന്നുപോയി, നമ്മുടെ മാസ്റ്ററിൻ്റെ പേര്, അതായത് കുക്കിംഗ് മാസ്റ്ററിൻ്റെ പേര് നാഗരാജൻ എന്നാണ്ട. 2 നാഗരാജുണ്ട് ഈ ബോട്ടിനകത്ത്. അതിൻ്റെ തൊട്ടടുത്തേക്കാണ് ആൽബർട്ട്. ഇന്ന സമയത്ത് മാത്രം ഭക്ഷണം കിട്ടുള്ളൊന്നുമില്ല. ചോറും കറിയൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വിശക്കുന്നവർക്ക് വന്ന് എപ്പോൾ വേണമെങ്കിലും കഴിക്കാട്ടോ. இது குழம்புக்கு சரியில்லைண்ணே. ഇതാണ് ഈ ബോട്ടിനകത്തെ മെയിൻ മസാല കേട്ടോ. ചിക്കൻ മസാല എന്നാണ് ഇവർ പറയണത്. ഇത് നേരെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഉപ്പ, മുളക് പൊടിയോ മഞ്ഞപ്പൊടി ഒന്നും ഇടണ്ട. ഈ മസാല ഇട്ട് നേരെ മീനാ കോളിഫ്ലവറാ എന്ത് വേണമെങ്കിലും ചുക്കയൊക്കെ ഉണ്ടാക്കണം ഈ സാധനം നേരെ പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്താണ്ട. വേറൊന്നും ഇടൂല, വേറെ പൊടികളൊന്നും ഇടൂല, ഈ പൊടി മാത്രമേ ഇടുള്ളൂ. കോളിഫ്ലവർ വറക്കാനായിട്ട് കോൺഫ്ലോറും പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു ചിക്കൻ മസാലയും കൂടിയാണ് ഇട്ടേക്കണത്. അങ്ങനെ വറക്കാനായിട്ടുള്ള പരിപാടിയാണ്. കിച്ചണാണ് ഈ കാണുന്ന. ചെറിയൊരു പലചരക്ക് കട പോലെ ഉണ്ടല്ലേ. കുറേ മസാല പാക്കറ്റും അതുപോലെ കുറേ എണ്ണയുടെ പാക്കറ്റും എല്ലാം ഉണ്ട്. വെളിച്ചെണ്ണ അധികം ഇവർ യൂസ് ചെയ്യാറില്ല കേട്ടോ. ശരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓയിലാണ്. അപ്പോൾ ആ ഓയിലിലേക്ക് നമ്മുടെ ആ ഒരു കോളിഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
இங்க பாருங்க ஃப்ரெண்ட்ஸ், இன்னைக்கு ரசமும் காலிஃப்ளவர் சில்லியும் ப்ரோ. அதனால ரசம் டேஸ்டா இருக்கு ப்ரோ. ரசமும் டேஸ்டா இருக்கு, காலிஃப்ளவர் சில்லியும் டேஸ்டா இருக்கு. அதனால டேஸ்டா இருக்கு. வாவ், வாட் a டேஸ்ட். சூப்பரா இருக்கு ப்ரோ. வாங்க எல்லாரும் சாப்பிடலாம். കോളിഫ്ലവർ വറുത്തതും പിന്നെ അതുപോലെ നമുക്ക് ഉച്ചക്കലത്തെ മീൻ കറി രണ്ടും കൂടിയാണ് ഇന്നത്തെ ഭക്ഷണം. കുറെ കഴിച്ചിരിക്കുകയാണ്. രാത്രിയിലത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് ഉറക്കം അത് മാത്രമാണ് എനിക്ക് പ്രശ്നമായിട്ടുണ്ടായത്. കാരണം കറക്റ്റായിട്ടൊരു ഉറക്കം എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതെ കുറച്ച് വൈകിയാണ് എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ കൂടെ ഒരു കപ്പൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്കി ഹോങ് എന്ന് പറയുന്ന ഒരു കപ്പലാണ്ട് പോണത്. കണ്ട 14 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ കപ്പൽ പോണത്. 14 കപ്പലിൻ്റെ സ്പീഡ്. അതിൽ കൂടുതൽ പോണ കപ്പലുകളുണ്ട്. ചില ചരക്കപ്പലൊക്കെ 16, 17 പോണ കപ്പലുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ പോണ പോക്ക് നോക്കി നമ്മുടെ ബോട്ടിൻ്റെ മുന്നിൽ കൂടി. അങ്ങനെ നമ്മളിത് വല വെക്കാനായിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കേണ്ട. ഇന്നലെ രാവിലെ 10 മണിയായപ്പോൾ തുടങ്ങിയ ഓട്ടം ഉണ്ട്. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തുള്ളൂ. നമ്മുടെ ആ ബോർഡറൊക്കെ കഴിഞ്ഞ് എത്താറായിട്ടുണ്ട് കേട്ടോ. ബോർഡർ കഴിഞ്ഞ് പോകണം ഇപ്പോൾ ഈ വല വെക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെയാണ് 2 ദിവസം 3 ദിവസമൊക്കെ ഓട്ടം ഒരുക്കുള്ളൂ. അതുകൊണ്ടായിരിക്കുള്ളൂ ഈ ബോട്ട് ചിലപ്പോൾ 30 ദിവസമൊക്കെ എടുക്കണം കേട്ടോ. മീൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കയറിയിരിക്കും. അപ്പോൾ കുറഞ്ഞ മീൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ചൂരയും കേരയും അതുപോലെ ഓലക്കൊടിയും അങ്ങനത്തെ മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വലപ്പണി എടുത്തുകൊണ്ടിരിക്കേണ്ട. കടലിൻ്റെ കളറൊക്കെ നല്ല തെളിഞ്ഞ കളറാണ്ട്, നല്ല തെളിഞ്ഞിരിക്കണം കടൽ. വേണ്ട ചേട്ടന്മാരൊക്കെ അവിടെ വലപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്തേക്ക് തന്നെ പഞ്ചസാരയും പിന്നെ ഒരു സേമിയയും കൂടി റെഡിയാക്കി ഉപ്പുമാവ്. പൊന്നി മുതലേ പാറടാ പൊന്നി. അവനെ നാണുണ്ടോ ഭയങ്കര. ഇത് മദൻ, ഇത് കാസി, നാഗരാജ്. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം നാഗരാജണ്ണനെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. തേങ്ങ കൊത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് മിക്സിയിലിട്ട് വെച്ചിട്ടാ. എന്ത് മീൻ കറി വെച്ച് കഴിഞ്ഞാലും തേങ്ങ അരച്ചാണ് വെക്കണം. അതെല്ലാ മീനിലും ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെക്കാൻ പോണ് കേരയാണ്. അപ്പോൾ അത് മിക്സിയിലടിക്കണം. മിക്സിയൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിൽ. രാവിലെ ഒരു 7:30 ആകുമ്പോഴേക്കും വെയിൽ വരും. പിന്നെ ഒരു ഉച്ച സമയമാകുമ്പോൾ പറയാൻ വേണ്ട, ഒടുക്കത്തെ ചൂടായിരിക്കുള്ളൂ. അപ്പോൾ വെയിൽ കൊള്ളാത്ത രീതിയിൽ നമ്മുടെ അണ്ണന്മാരെല്ലാവരും ചെറിയൊരു ഷീറ്റൊക്കെ കെട്ടി അതിൻ്റെ അടിയിൽ വലപ്പണി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാ കാണുന്നത്. പിന്നെ ഇവരുടെ മീൻകറി ഉണ്ടാക്കുന്ന സ്റ്റൈല് അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ വെട്ടുന്നത് മീനാണ്. പക്ഷെ ഇവരെന്താണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെള്ളം എടുക്കും. അതിനകത്തേക്ക് തക്കാളിയും അതുപോലെ സവാള അങ്ങനെ വേണ്ട സംഭവങ്ങളെല്ലാം അരിഞ്ഞിടും. പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടതിന് ശേഷം പുളിവെള്ളം ഒരു കുളം ഒഴിച്ചേക്കണം. പിന്നെ അതിനകത്തേക്ക് ഈ തേങ്ങ അരച്ചത്, അതായത് നമ്മുടെ മിക്സിയിലടിച്ച തേങ്ങയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നേരെ കുളമ്പ് മസാല എന്ന് പറയുന്ന ഒരു പാക്കറ്റ് ഉണ്ട്, അത് നേരെ പൊട്ടിച്ചിടും. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇടും. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പത്തേക്ക് കയറ്റി വെക്കോട്ടെ. കേരള ബോട്ടിൽ ചോറ് വെക്കണത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മ കലത്തിലാണ് വെക്കണത്. അതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രം വെച്ചിട്ട് ചരട് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി ആ പാത്രം ലോക്കാക്കിയിട്ട് നേരെ കൊണ്ടുപോയി ചരിച്ച് വെക്കേണ്ട ചെയ്യണത്. ചെറിയൊരു കേരയാണ് നമ്മൾ കറിക്ക് എടുത്തേക്കണേ കേട്ടാ.
ഇവർ മീൻ കട്ട് ചെയ്യണത് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം ഉണ്ട്. നമ്മ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം എടുക്കാൻ പറ്റുമോ മീനിൽ നിന്ന് അതെല്ലാം എടുക്കും. പക്ഷേ ചെറിയൊരു കത്തി വെച്ച് അതിൻ്റെ തല അങ്ങനെ പാടി തന്നെ എടുത്ത് നേരെ കളയും. അതിൻ്റെ തൊലിയെല്ലാം വിളിച്ച് കേരക്കും ചൂരക്കും എല്ലാം ബ്ലഡ് കട്ട് പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കറുത്ത മാംസം പോലെ ഉണ്ടാവും. അതെടുക്കില്ല. അതെടുക്കാണ്ട് നല്ല മീറ്റ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. വേസ്റ്റ് തന്നെ എല്ലാം നേരെ കടലിലേക്ക് കളയോട്ടെ മീൻ്റെ. മീൻ കട്ട് ചെയ്ത് നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുമ്പോഴേക്കും നമ്മൾ ആദ്യം വെച്ച ആ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അത് ഇവിടെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മീൻ ആ ഒരു മസാലയിലേക്ക്, ആ ഒരു തിളച്ച് മറിയണ ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുക്കട്ടെ. சாப்பிடுவாங்க. മീൻകറി അതുപോലെ പപ്പടം ഉണ്ട് കേട്ടോ. പപ്പടത്തിന് ഇവർ പറയണത് അപ്പാലോ എന്നാണ്, അപ്പലം എന്നാണ് ഇവർ പറയണത്. അങ്ങനെ കുറച്ച് ദൂരവും കൂടി ഓടി ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ വലയിടാനായിട്ട് ആരംഭിച്ചിട്ടാണ്. അപ്പോൾ ഈ വലയുടെ നീളം വന്നത് ഞാൻ ഒന്നുകൂടിയും പറയാം, 14 നോട്ടിക്കൽ മൈൽ നീളം ഉണ്ടാവട്ടെ ഈ വലക്ക്. 14 നോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 26 കിലോമീറ്റർ, 25.9 കിലോമീറ്ററോളം വരോട്ടെ. ഈ വലയുടെ വീതി വന്നത് 9 ഭാഗമാണ് ഈ വലയുടെ വീതി വന്നേട്ടാ. വല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോട്ടിൻ്റെ അടുത്തേക്ക് കൂടി കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ഷിപ്പ് പോയിട്ടാ. ഇന്ത്യയുടെ ആണെന്ന് അറിയില്ല, കാരണം ഇന്ത്യയുടെ കൊടിയൊന്നും കണ്ടില്ല. ആരുടെയാണെന്ന് അറിയില്ല, ഏത് രാജ്യത്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടാ. ബോട്ടിൻ്റെ തൊട്ടടുത്തേ കൂടിയാണ് പോയത്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അവർ നമ്മുടെ അടുത്തൊന്നും വന്നില്ല കേട്ടാ. വല ഇളക്കി കഴിഞ്ഞിട്ടില്ല, കുറച്ച് നേരം കൂടി എടുക്കും കഴിയാനായിട്ട്. അതായത് ഇവിടെ രാത്രിയിലേക്കുള്ള ഫുഡ് വെക്കാനായിട്ട് പോയി. നമ്മുടെ നെയ്മീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ആഴക്കടലിൽ കിട്ടുന്ന ഒരു നെയ്മീനാണ്. അതിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യുക. കട്ട് ചെയ്ത് പാതി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ലെമൺ റൈസ്, നമ്മുടെ നാഗരായണ്ണൻ ഇവിടെ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ലെമൺ റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കണത്. ലെമൺ റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പലരും കേട്ട് കാണും. ഇനി കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാട്ടാ. ഇവരുണ്ടാക്കണ രീതിയാണ് അത് ഉണ്ടാക്കണതെന്ന് എനിക്കറിയില്ല. ചോറ് ആദ്യമേ ഊറ്റി തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് വറ്റൽമുളകും അതുപോലെ വേപ്പിലയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അതിനുശേഷം ചെറിയൊരു പാക്കറ്റ് ഉണ്ട്, ലെമൺ റൈസ് മിക്സ് എന്ന് പറയുന്ന ഒരു പാക്കറ്റ്. അത് പൊട്ടിച്ച് നേരെ ഒരു 3-4 എണ്ണം
ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. പിന്നെ ഒരു ദമ്മ് പോലെയുണ്ട് പിന്നെ ചെയ്യണത്. അതായത് നേരെ ഒരു പാത്രത്തിലേക്ക് റൈസ് ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുത്ത ആ ഒരു ലെമൺ റൈസിൻ്റെ പൊടിയൊക്കെ ഇട്ട ഒരു സംഭവം ഉണ്ടല്ലോ, വെളുത്തുള്ളിയൊക്കെ ഇട്ട്, അത് നേരെ ഒരു ലെയറാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം വീണ്ടും റൈസ് ഇടും, പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഈ ലെമൺ റൈസ് മിക്സ് ചെയ്ത് എടുക്കണേട്ടാ. ശരിക്കും ഈ വീഡിയോയിൽ ഇത് കാണുന്നവർ ചിന്തിക്കും ഇതിൽ മൊത്തം തീറ്റ മാത്രമുള്ളതാണ്. അങ്ങനെയല്ല കേട്ടാ, കൊമ്പന്മാരെല്ലാം പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കാൻ നേരത്ത്, ബോട്ടിൽ നിൽക്കാൻ നേരത്ത് എന്താണ് നടക്കുന്നത് അതാണ് ഞാൻ നിങ്ങളിലേക്ക് ലൈവായിട്ട് കാണിക്കുന്നത് കേട്ടോ. സ്പീഡ് കുറച്ച് കൂടുന്നത് നിങ്ങൾ ബോറടിക്കണ്ടല്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഞാനപ്പോൾ ഈ ബോട്ടിൽ പോയിട്ട് കഴിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു മീൻ വറുത്ത് ഇതായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കിങ് ഫിഷിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയും. ഇവർ ചവരവ എന്നൊക്കെയാണ് ഈ മീനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണേ ഈ കാണണം. വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ ഈ കാണുന്നത്. ഇത് നമ്മൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കല്ല, വറക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കണം. മീനൊക്കെ മസാല വരട്ടി വെച്ചേക്കണം. നോക്കി, ഒരിക്കലും നമ്മുടെ വീട്ടിലെ അടുക്കളയായിട്ട് ബോട്ടിലെ അടുക്കളനെ കമ്പയർ ചെയ്യരുതട്ടെ. ഇത് നോക്കിയേ, മീൻ വറുത്ത് നോക്കി, നല്ല സൂപ്പറായിട്ട് വറുത്തിട്ടുണ്ട്. അധികം മുരിച്ചിട്ടില്ല, നല്ല പക്കയായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കഴിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. വൈകുന്നേരം 5 മണിക്ക് ഇളക്കാൻ തുടങ്ങിയ വല രാത്രി 9:30 ആയപ്പോഴാണ് കഴിഞ്ഞത്. അങ്ങനെ വലയുടെ അറ്റം നമ്മുടെ ബോട്ടിൻ്റെ ആങ്കർ റോപ്പ് പോലത്തെ ഒരു റോപ്പുമ്മ കെട്ടിയിട്ട് നേരെ നമ്മൾ ഒഴുകി കിടക്കുകയാണ് ചെയ്യണത്. നല്ല റഫ് അല്ലെങ്കിൽ കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മ പാരച്ചൂട്ട് ഇടോട്ടെ. ഇപ്പോൾ കാറ്റധികം ഇല്ലാത്തതിൻ്റെ പേരിൽ നേരെ വലിയ റോപ്പിനകത്ത് കെട്ടി വലയുടെ അറ്റൂടെയാണ്. അപ്പോൾ ബോട്ട് വലയും ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നടക്കട്ടെ, വലിയ രീതിയിലൊന്നും ഒഴുകി പോകൂല. വലയെല്ലാം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കടലിലാണല്ലോ, ഫോണിൽ റേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ഇവരിത് ഓരോരോ കളികൾ ഇങ്ങനെ ഒരു കോല് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കേണ്ട. എല്ലാവരും ഇല്ലട്ടാ, ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇതുപോലെ ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കണം. ബാക്കിയുള്ള കുറച്ച് പേര് വല ഇളക്കി കഴിഞ്ഞിട്ടപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. അതായത് നല്ല ലെമൺ റൈസും പിന്നെ നമ്മുടെ ആ ഒരു ചവരവായ എന്ന് പറയണ ആ ഒരു മീൻ. ലെമൺ റൈസ് എടുക്കളയാ എനക്കും ഇതാ ലെമൺ റൈസ് ഫിഷ് വറവൽ പൊരിക്കത്.
சாப்பிடு சாப்பிடு. பாருங்க, சீலா பொரியல், வஞ்சர மீன் சொல்லுவாங்க இதுக்கு தமிழ்ல. லெமன் சாப்பாடு. வாங்க சாப்பிடலாம். சீலா குட்டியானோ வஞ்சர மீன் ലെമൺ റൈസ്, സാധാരണ ചോറ്, പിന്നെ നല്ല അടിപൊളി മീൻ വറുത്തത്. ഇതിങ്ങനെ എടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അടിപൊളി. അങ്ങനെ കോൽക്കളിയും കബഡിയെല്ലാം കഴിഞ്ഞ് 1:30 ആയപ്പോഴേക്കും വല പിടിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയേണ്ട. 2.5 മണിക്കൂർ 3 മണിക്കൂർ മാത്രമേ ഉറങ്ങാനുള്ള സമയമുള്ളൂ കേട്ടോ. എന്തിര് നാരാജേ, എന്തിര് വല പിടിക്കാൻ ടൈം ആച്ച്. അൽബട്ടണ്ണാ എന്തിര് എന്തിര് ആരാജേ വാങ്ക എഴുந்திரு. ആൽബട്ടണ്ണാ. മഴയും കാറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ബോട്ടിൻ്റെ പുറത്താണ്ട കിടക്കാറ്. നല്ല രസമാണ് പുറത്ത് കിടക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പണി. ഉറക്കമെന്ന് പറയുന്ന സാധനം നമുക്ക് മര്യാദക്ക് ഉണ്ടാവില്ല. 2-3 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിക്കും അവർ പണിയെടുക്കുകയാണ്, നീ എന്തിനാണ് ഉറക്കം കളഞ്ഞിരിക്കണേന്ന്. ഇത് തന്നെ അവർ എൻ്റെ അടുത്ത് ചോദിച്ച് പോയി തൂങ്ങാനായിട്ട്, സോറി തൂങ്ങിച്ചാവാനല്ല ഉദ്ദേശിച്ചത്, അതായത് ഉറങ്ങാനായിട്ട്, തമിഴിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ വല കയറാനായിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറോളം എടുക്കും. 1:30ക്ക് തുടങ്ങിയ വല 9 മണി, രാവിലെ 9 മണിയാകുമ്പോൾ തീരുള്ളൂ എടുത്ത്. അപ്പോൾ ഇതിൽ എപ്പോഴൊക്കെ മീൻ വരുമോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ ട്യൂണമീൻ, അതായത് ആദ്യത്തെ ചൂരമീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ, 9 സെറ്റ് വലയുണ്ട്. ഓരോ സെറ്റ് വലയുടെയും നീളം 1.5 നോട്ടിക്കലാണ്. അപ്പോൾ ഇതിലൊക്കെ എപ്പോഴൊക്കെ മീൻ ഉണ്ടാവും, ഇതിലൊക്കെ മീൻ വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഉറങ്ങാതിരിക്കണ പോലെ ഞാനും ഇങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ ഓണാക്കി ഇങ്ങനെ ഇരിക്കോട്ടെ. അപ്പോൾ അതെ, നമ്മുടെ ആദ്യത്തെ സെറ്റ് വല കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 മീനേ കിട്ടിയുള്ളൂ. രണ്ടാമത്തെ വലയുടെ കൊടിക്കമ്പാണ്ടി കയറ്റിക്കൊണ്ടിരിക്കണം. നിലാവ് പയ്യെ പയ്യെ മാറണനുസരിച്ച് നമുക്ക് മീനിൻ്റെ ലഭ്യതയും കൂടി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പം ഇന്ന് നമുക്ക് മീൻ കുറച്ച് കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സെറ്റ് വലയിൽ തന്നെ ഒരു 10-15 ചൂരയോളം വന്നിട്ടുണ്ട് ഇപ്പോൾ. പിള്ളേരെയൊക്കെ ഉറക്കപ്പിച്ച് എണീപ്പിക്കാൻ വേണ്ടിയിട്ട് നാഗരാജൻ്റെ നേരെ പോയിട്ട് ഒരു കട്ടൻ ഇട്ടുണ്ടെന്ന്. മധുരം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മധുരം വരുന്നിട്ടാ. അതുകൊണ്ട് ഞാൻ കുറച്ച് കുടിച്ചിട്ട് കളഞ്ഞു. ഇത് നോക്കിയ ചൂര ഉണ്ടാ പെടക്കണില്ല എന്നുള്ളൂ, പക്ഷെ എല്ലാം ഫ്രഷാണ്ടാ. ചൂര വെള്ളത്തിൽ നീന്താൻ നേരത്ത് വാ ഒളിച്ച് എപ്പോഴും പോകട്ടാ. അതുകൊണ്ടാണ് എല്ലാ മീൻ്റെയും വായ ഇങ്ങനെ തുറന്നിരിക്കണേട്ടാ. കണ്ട, എല്ലാം പല പല സൈസാണ്. 5 കിലോൻ്റെ ഉണ്ട്, 3 കിലോൻ്റെ ഉണ്ട്, 4 കിലോൻ്റെ ഉണ്ട്. അങ്ങനെ പല പല സൈസാണ്. സ്റ്റോറിൽ നമ്മൾ ഇറക്കാൻ നേരത്ത്
കറക്റ്റ് സൈസിനനുസരിച്ചുള്ള ഏകദേശം വലിപ്പം കാണുമ്പോൾ മനസ്സിലാവില്ല, അതനുസരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യാറുള്ളൂ കേട്ടോ. ചൂര വന്നുകൊണ്ടിരിക്കണതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു പന്നിക്കോലാൻ നമ്മുടെ വലയിനകത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. പന്നിക്കോല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സ്വോട്ട് ഫിഷ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതേ അതിനെ പൊക്കിയെടുക്കണേണീ കാണണം. വല കയറി വന്ന വീഞ്ചിനകത്ത് മീനെ പൊക്കണതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അത്യാവശ്യം വലിയ മീനൊക്കെ വന്നു കഴിഞ്ഞാൽ വലനെ പുറത്തേക്കാക്കിയിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പൊക്കി കയറ്റുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ കൊമ്പുള്ള മീനുകളെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൊമ്പൊടിച്ചളയും. അത് ഒടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ മേത്ത് തന്നെ കുത്തിക്കയറും. അപ്പോൾ നേരെ നമ്മുടെ ഒരു പന്നിക്കോലാൻ്റെ കൊമ്പൊടിച്ചളയാണ്. പിന്നെ ചെറിയൊരു ഓലക്കൊടിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, സെയിൽ ഫിഷിനെ. കണ്ട, ഇതാണ് നമുക്ക് നേരത്തെ കിട്ടിയ പന്നിക്കോലാണ്ട. ശരിക്കും പന്നിയുടെ കൂട്ടാണ് ഇതിൻ്റെ ശരീരവും മീറ്റെല്ലാം ഇരിക്കുന്നത്. നോക്കി, അങ്ങനെ ഇരിക്കാലാണ് പെട്ടെന്ന് നമ്മുടെ വലയിനകത്ത് ഒരു വലിയ കാട്ടത്തിരണ്ടി കുടുങ്ങിയത്. നേരെ അതിനെ പൊക്കിയെടുക്കാൻ പെടുന്ന പാടാണ് ഈ കാണുന്നത്. കാരണം ഇതുപോലത്തെ വലിയ മീനുകൾ കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ പൊക്കി കയറ്റാനായിട്ട് ഒരുപാട് പാടുപെടും. കാരണം നമുക്ക് വീഞ്ചില്ല, അതായത് മറ്റേ വല കയറുന്ന വീഞ്ചിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര ലിമിറ്റ് കഴിഞ്ഞാൽ മീനെ നമുക്ക് പൊക്കാൻ പറ്റില്ല. ഇത് അത്യാവശ്യം വലിപ്പമുള്ള തിരണ്ടിയാണ്. ജീവനുണ്ട്, ചത്തട്ടില്ല കേട്ടോ. തെരണ്ടി കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും ചാവില്ല. വലയിനകത്ത് കയറി ഇതിൻ്റെ വാലിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വലനെ കറക്കി കളയും. അപ്പോൾ ഇത് തട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ. വലയിൽ നിന്ന് താനെ ഊരിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ ഇതിനെ വലിച്ചു പൊക്കി മേളിലേക്ക് കയറ്റുന്ന ഒരു സീനാണ്ട് ഇനി നിങ്ങൾ കാണാൻ പോണത്. ஏற தோல்ல ஏறல ஏத்திங்க ஒரு ஏத்தி குடுக்குறேன். நேர வர மாட்டேன் மறுபடியும் கையில இல்ல அடி ஏறனா ஏறனா இது தட்டியோ தட்டி அங்கே சுத்தி எடுக்க பாரு அதை எடுத்துக்கணும் பஸ் இழு 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 ஏய் சப்பின நிக்குது மூணு மணி இழுல வர பண்ணி ஓடி போய் பண்ணி ஓடி போய் பை வெயிட் இல்ல दूसरा தட்டில வீசி காண வளைஞ்சு நிக்காங்க இங்க மாற காசி அடி வாங்கடா 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 தோலா வாங்கடா தருவா தேங்காய் மிளகா தேங்காய் மிளகு ஓட்ட பாக்கு ஓட்ட பாக்குடா ஓட்ட நீஜிடா காசி மண்ணல செம்புடா செம்புடா அடிவே அடிவே எழுது இருமடி கலகு பெர்னா வரிது பெர்னா காசி பெர்னா தாய் சோரா அருவி சோரா வேமா வேமா கொண்டா மேல அடிக்குற கற்பட்டி நடுக்க அந்த சைடு இருக்காருங்க கட் பண்ணி விட போவீங்களா?
மீன் விட்டு அங்கே അപ്പോൾ ഈ മീന വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നെങ്കിലും നല്ല അത്യാവശ്യം വലിപ്പമുള്ള സാധനമുണ്ട്. അപ്പോൾ ഇതിനാണെങ്കിൽ പിടിച്ചിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ചാമണൂല, ഇത് വാലിട്ടടിക്കണിട്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടിരിക്കുന്നു. അവസാനം കുറച്ച് വെള്ളമൊക്കെ ഞാൻ കടലിൽ നിന്ന് വാരി നേരെ വായലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ്. അപ്പോൾ സമയം ഇപ്പോൾ 5 മണിയായി. വല കുറച്ചൊക്കെ മടങ്ങിപ്പോയേക്കണ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കണതാണ് ഈ കാണുന്നത്. ഫുള്ള് വല കയറിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ മീൻ ചീത്തായി പോട്ടെ. അപ്പം മീനിൻ്റെ ഒരു ലഭ്യത അനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീൻ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി കൊടുക്കോട്ടെ. ஒரு வட்டம் ஊத்துறேன் வட்டைக்கு ஒரு 7 வட்டம் ஊத்துறேன் 7 நடத்தி இல்லை பார்க்கறதுனா நல்லா இருக்கு. அங்கிட்டு தட்டி சின்ன மீன் பத்தியா என்ன காசு 2 மீன் பெரிய மீன் இருக்கு அப்படி சாப்பிடு பண்ணி பண்ணி வருது பிடிச்சிக்கோ டைட்டா இறக்காத பட்டு பட்டு காணுமா மயில் வருதுமாக்கா அஜி கோயில கயிறு வைக்கணும் கயிறு வைக்குமா கையில கொடுத்துருவேன் இல்லை அவன் அங்கே மீன் மேலே അങ്ങനെ മീനെല്ലാം നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഓലക്കൊടിയനിൽ തന്നെ ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട്. അതായത് ക്വാളിറ്റിയാണ് സെക്കൻഡ് മൈലും ഫസ്റ്റ് മൈലും എന്ന് ഇവർ പറയാറുണ്ട്. അത് ക്വാളിറ്റിനെ ഉണ്ടാ ബേസ് ചെയ്യണത്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ 2 ഓലക്കൊടിയൻ വന്നിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ സൈസാണ് വന്നേക്കണം, വലുതല്ല. അങ്ങനെ നമ്മുടെ വലയിൽ ചെറിയൊരു പന്നിക്കോലാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഇവന്മാർ ചെറുതാണെന്നുണ്ടെങ്കിലും ഇവന്മാരുടെ കൊമ്പാണ് മെയിനായിട്ടുള്ള സംഭവം. ഈ കൊമ്പ് വെച്ചാണ് ഇവർ ആക്രമിച്ച് ഓരോരോ ഇരകളെ പിടിക്കണേട്ടാ. കൊമ്പിൻ്റെ ആ ഒരു ഷാർപ്നെസ്സും അതിൻ്റെ ആ ഒരു നീളമൊക്കെ നോക്കി. അത്യാവശ്യം വലിപ്പമുള്ള പന്നിക്കോലാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ നീളം, ഈ ഒരു കൊമ്പിൻ്റെ നീളം കണ്ട, കൊമ്പ് നോക്കി. സരവണൻ നമ്മുടെ ബോട്ടിൻ്റെ സെക്കൻഡ് റാങ്കാണ്. പുള്ളിക്കാരൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊമ്പ് വെച്ച് നമ്മുടെ ഈ ഒരു ചൂര പോലത്തെ മീനേക്ക് ഇത് ആക്രമിച്ചിട്ട് അതിനുശേഷം വായയും കൊണ്ട് കഴിക്കുമെന്നാണ് പറയണത്. അങ്ങ് ദൂരേന്നതേ സൂര്യൻ പയ്യെ പയ്യെ പൊന്തി പൊന്തി വന്നിട്ടാ.
ചെറിയൊരു സ്രാവിന് കിട്ടിയാണ് കേട്ടാ. അതിനെ നേരെ വലയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കണ ഈ കാണുന്ന. பாருங்க ஒரு ஜீவன் உள்ள உயிர் பாருங்க ஜீவன் இது ஒன்றும் செய்யாது யாரையும் கடிக்காது காலகடி வர்ற சுர்ற சுரா 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 ஏ பர்ற சுரா. അങ്ങനത്തെ അവസാനത്തെ വലട കൊടിക്കമ്പും കൂടി നമ്മ നേരെ പൊക്കി കയറ്റണേണ്ട. അവസാനത്തെ സെറ്റ് വലട കൊടിക്കമ്പാണിത്. നമ്മൾ അവസാനം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇട്ട വലയിരിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് വേറൊരു ചെറിയ തെരണ്ടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ജീവനില്ല കേട്ടോ, ചത്തുപോയാണ്. കാരണം കുറേ നേരം അയാളെ വലയിൽ കിടക്കണത്, ചത്ത് കിടക്കണമായിരുന്നു. അപ്പോൾ അതിനെ നേരെ പൊക്കി എടുക്കണേണ്ടി കാണണം. വീണ്ടും ഒരു തെരണ്ടിനെ കിട്ടിയിട്ടാ. തെരണ്ടിനെ നമ്മൾ തമിഴിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിറുക്കേന്നാണ്. പല പല തിറുക്കിണ്ട്, ആനത്തിറുക്ക, അങ്ങനെ പല പല കാക്കത്തിറുക്ക. നമ്മൾ ഈ കാക്കത്തിരണ്ടി അങ്ങനെ പലതും പറയുമല്ലോ, അതുപോലെ തിറുക്കിയെന്നാണ് ഇവർ തെരണ്ടിനെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ വലിയ തിരണ്ടിയുടെ മക്കളാണ് ഇതെല്ലാം തോന്നുന്നു. 2 എണ്ണത്തിനെ നമുക്കിപ്പോൾ കിട്ടി, ആ വലുതിനെ കൂടാണ്ട്. ഇത് കണ്ട ജീവനോട് ഒരു മീൻ വന്നതിന് വേണ്ടി കാണുന്നത്. ഇതിന് ഒരു ചടൻ എന്ന് പറയും, നമ്മൾ കരിപ്പെട്ടി എന്ന് പറയും കേട്ടോ. ഇത് ജീവനുള്ള സമയത്ത് ഇതിൻ്റെ കളർ യെല്ലോ ഇരിക്കുള്ളൂ. ഇത് ചത്ത് കഴിയാൻ നേരത്ത് കറുത്ത കളറായി പോട്ടെ. ഇതണ്ട കരിപ്പെട്ടി എന്ന് പറയും. ഭയങ്കര മുള്ളാണ് ഇതിൻ്റെ ശരീരത്തിൽ. രാവിലെ 9 മണിയോടെ നമ്മുടെ വലയെല്ലാം കയറ്റി ജോലി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇനി അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പം നമുക്ക് കിട്ടിയ മീനുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ കമ്പനി വോട്ടിൽ നമ്മൾ വയർലെസ്സിൽ വിളിച്ചു പറയും. അതുപോലെ അവർക്ക് കിട്ടിയ മീനുകൾ എന്തൊക്കെയാണെന്ന് അവരും നമ്മളോട് പറയട്ടെ. അതിനുശേഷം സാറ്റലൈറ്റ് ഫോൺ വഴി നമ്മൾ നേരെ ഓണറിന് ഫോൺ ചെയ്ത് ഇന്ന മീനെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും. പുള്ളിക്കാരൻ വേറെ ബോട്ടിൻ്റെ ഓണർമാരെ വിളിച്ചു നോക്കിയിട്ട് അവരുടെ തിരിവ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഏത് ബോട്ടിനാണ് പണി കിട്ടിയണ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നേരെ ഓടിപ്പോകട്ടെ. അപ്പോൾ അതെ ആ ഒരു വലിയ കാട്ടത്തെരണ്ടിനെ എല്ലാവരും കൂടിയും ചേർന്ന് പൊക്കി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങണേണീ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, ലാഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞങ്ങളുടെ ഒപ്പം നിങ്ങളും കടലിൽ വന്നൊരു ഫീൽ ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എല്ലാം ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. അധികം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കിടിലൻ കിടുക്കാച്ചി വീഡിയോസായിട്ട് നമ്മൾ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.